കാസർഗോഡ് പള്ളിക്കരയിൽ വാഹനാപകടത്തിൽ 5 മരണം. നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. കുണ്ട് സ്വദേശികളാണ് മരിച്ചവർ. വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുന്നു. സണ്ണി, വിവരങ്ങളിലേക്ക്. രശ്മി, ഇന്ന് വൈകിട്ടാണ് കാസർഗോഡ് പുതുമയ്ക്കടുത്തുള്ള പള്ളിക്കരയിൽ അത്യന്തം വേദനാജനകമായ ദുരന്തമുണ്ടായത്. പള്ളിക്കര വില്ലേജ് ഓഫീസിന് സമീപം നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചാണ് ദുരന്തമുണ്ടായത്. കാറിൽ 6 പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 5 പേരും മരണപ്പെട്ടു. 8 മാസം പ്രായമുള്ള ഫാത്തിമ എന്ന കുട്ടി മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ളതായി ലഭിക്കുന്ന വിവരം. കുട്ടി ഹോസ്പിറ്റലിലാണ് ഉള്ളത്, കാഞ്ഞങ്ങാട്. ബാക്കി 5 പേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ 3 പേർ സംഭവ സ്ഥലത്തും മറ്റു 2 പേർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ മരണപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ചേറ്റിക്കുണ്ടിലെ അസ്രുദ്ദീന്റെ ഭാര്യ ഖൈറുന്നിസ, 24 വയസ്സുള്ള ഖൈറുന്നിസ, 25 വയസ്സുള്ള സക്കീന, 17 വയസ്സുള്ള അർഷാദ്, കാറിന്റെ ഡ്രൈവർ സജീദ്, 24 വയസ്സ്, 4 വയസ്സുള്ള അഞ്ജു എന്ന കുട്ടിയും ആണ് മരണപ്പെട്ടത്. ഇവരെല്ലാം ബന്ധുക്കളാണ്. ഒരു പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ കാർ നിയന്ത്രണം വിട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വാഹനം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. നാട്ടുകാര് ഓടിക്കൂടിയാണ് ഇവരെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ കാഞ്ഞങ്ങാട്ട് ആശുപത്രിയിലാണ് ഉള്ളത്. രശ്മി. സണ്ണി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. വർക്കല വെട്ടുകാട്ടിൽ ബ്ലേഡ് മാഫിയയുടെ അഴിഞ്ഞാട്ടം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ സംഘം സ്വവസതിയിൽ നിന്ന് ക്രൂരമായി ആക്രമിച്ച് ഇറക്കിവിട്ടു. 1 മാസത്തെ പലിശ തിരിച്ചടവ് മുടങ്ങിയതിനാണ് ബ്ലേഡ് മാഫിയയുടെ ആക്രമണം. വെട്ടുകാട്ടിൽ സോളമന്റെ വീടും സ്ഥലവും ബ്ലേഡ് മാഫിയ കൈക്കലാക്കി. തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വസ്ത്രങ്ങൾ വലിച്ചു കീറിയെന്നും വീട്ടുടമസ്ഥ ലില്ലി സോളമൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ബ്ലേഡ് മാഫിയ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചിട്ടുണ്ട്. വർക്കല വെട്ടുകാട് കുളമുട്ടം സോണി ലാൻഡ് എന്ന വീട്ടിലെ സോളമൻ, ലില്ലി സോളമൻ എന്നിവർക്കാണ് ബ്ലേഡ് മാഫിയയുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയരാകേണ്ടി വന്നത്. ആകെയുള്ള 8 സെന്റ് സ്ഥലവും വീടും ബ്ലേഡുകാർക്ക് തീരെഴുതി കൊടുത്ത് സോളമൻ കഴിഞ്ഞ മാർച്ചിൽ 12 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. മാസം 35,000 രൂപ തവണ വ്യവസ്ഥ പ്രകാരം അടയ്ക്കുമെന്നായിരുന്നു കരാർ. ഇതനുസരിച്ച് 70,000 രൂപ സോളമൻ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഈ മാസത്തെ തവണ അടയ്ക്കാനായില്ല. 10-ലേറെ പേർ ചേർന്നാണ് തന്നെ ആക്രമിച്ചതെന്ന് വീട്ടുടമസ്ഥ ലില്ലി സോളമൻ പറയുന്നു. ശരിക്ക് തല്ലി, എന്നിട്ട് എൻ്റെ ഉടുപ്പെല്ലാം വലിച്ചു കയറി അത് അവിടെ വെച്ചായിരുന്നു. ഈ ഷാജി എന്ന് പറഞ്ഞ ഷാജിയും പിന്നെ മാനു എന്ന് പറഞ്ഞൊരു ചെറുക്കനും. അവനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ. അവൻ വെറും ഒരു ഗുണ്ടയാണ്. ഇങ്ങനെയാണ് ഒരടി അടിച്ചത്. എന്നിട്ട് ആ ഷാജി എന്ന് പറഞ്ഞ എൻ്റെ ഉടുപ്പെല്ലാം വലിച്ചു കയറി. എല്ലാവരും കണ്ടുകൂടെ ഉള്ള. എന്നാൽ തങ്ങൾക്ക് സോളമൻ വിലയാധാരമായി വിറ്റതാണ് വീടെന്നതാണ് ബ്ലേഡ് സംഘത്തിന്റെ പക്ഷം. എന്നാൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും സോളമന്റെ പേരിൽ തന്നെയാണ്. 100 കണക്കിന് നാട്ടുകാർ നോക്കി നിൽക്കെയാണ് ബ്ലേഡ് മാഫിയ സംഘം വീട്ടമ്മമാരടക്കമുള്ളവരെ അതിക്രൂരമായി മർദ്ദിച്ച് വീട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചത്. അധികാരികൾ വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലേഡ് മാഫിയ സംഘങ്ങൾ കേരളത്തിൽ അഴിഞ്ഞാടും. ബ്ലേഡ് മാഫിയ സംഘത്തിൻ്റെ ആക്രമണം നടന്ന വീട്ടിനുള്ളിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രശേഖരനൊപ്പം എസ് ജീവൻകുമാർ, വർക്കല. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനിൽ തോട്ടണ്ടി വാങ്ങിയതിലെ ക്രമക്കേട് സംബന്ധിച്ച പരാതിയിൽ കശുവണ്ടി കോർപ്പറേഷൻ മുൻ ചെയർമാനും INTC നേതാവുമായി ചന്ദ്രശേഖരനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. കോർപ്പറേഷൻ മുൻ MD K രതീഷ്, JMJ കമ്പനി പ്രതിനിധി എന്നിവരെ 2-3 പ്രതികളാക്കിയുമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്താണ് കശുവണ്ടി ഇറക്കുമതി ചെയ്തത്. വർഗീയതയെ ചെറുക്കാൻ ജനകീയ പ്രതിരോധം ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിരോധം സ്വത്വവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ചിതറരുത്. ഫലപ്രദമായ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ M ഭാസ്കരൻ നായർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. മതനിരപേക്ഷതാവാദികളെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്നുണ്ട്. അത് പ്രതിരോധത്തിനായി അണിനിരക്കുന്ന ബഹുജനങ്ങളിലെ വിവിധ വിഭാഗങ്ങൾ സ്വത്വവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീയമായി സംഘടിപ്പിക്കപ്പെടാനുള്ള സാധ്യതയാണ്. അത് അപകടകരമാണ്. പകരം ആ വിഭാഗങ്ങളിലെല്ലാം പെടുന്ന ജനങ്ങളുടെ വിശാല ഐക്യനിരയായിരിക്കണം നമുക്ക് സൃഷ്ടിക്കാനാവുന്നത്. അതായിരിക്കണം പ്രതിരോധത്തിൻ്റെ പൊതുവേദി.
വിവാദ ഭൂമികളിൽ കൃഷിയിറക്കാൻ കൃഷിവകുപ്പിന്റെ പദ്ധതി. ആറന്മുള മെത്രാൻകായൽ ഉൾപ്പെടെയുള്ള ഭൂമികളിൽ കൃഷിയിറക്കുന്നത് സംബന്ധിച്ച് വകുപ്പ് സെക്രട്ടറിയിൽ നിന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ റിപ്പോർട്ട് തേടി. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുക എന്ന നയത്തിന്റെ ചുവടുപിടിച്ചാണ് മെത്രാൻകായലിലും ആറന്മുള വിമാനത്താവളത്തിനായി ഏറ്റെടുത്ത ഭൂമിയിലും കൃഷിയിറക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമവശങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ കൃഷി സെക്രട്ടറി രാജു നാരായണസ്വാമിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെത്രാൻകായൽ അതുപോലെ തന്നെ ആറന്മുള നികത്തിയിട്ടുള്ള സ്ഥലത്തും അതുപോലെ ഇവിടെ കൃഷിഭൂമിയൊക്കെ കിടക്കുന്ന സ്ഥലത്തും വീണ്ടും കൃഷി ആരംഭിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് അഗ്രികൾച്ചർ സെക്രട്ടറി രാജു നാരായണസ്വാമിയോട് റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ തണ്ണീർത്തട നിയമത്തിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അവിടെയെല്ലാം കൃഷി പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. മെത്രാൻകായലിൽ കൃഷിയിറക്കുന്നതിന് മുന്നോടിയായി ഈ മാസം 17-ന് പ്രദേശം കൃഷിമന്ത്രി സന്ദർശിക്കും. 17-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി സുനിൽകുമാറിന്റെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, തൃശൂർ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വി എം സുധീരൻ. മുൻ റിപ്പോർട്ടുകൾക്ക് വ്യത്യസ്തമായി മേഖലാ സമിതികളുടെ റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടാകുമെന്നും സുധീരൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കുന്ന 4 മേഖലാ സമിതികൾക്ക് KPCC 19 മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിർജീവരായ നേതാക്കൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരെ കണ്ടെത്തുക, ജംബോ കമ്മിറ്റികൾ ഗുണം ചെയ്തോ എന്ന് പരിശോധിക്കുക തുടങ്ങിയവ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് വി എം സുധീരൻ വ്യക്തമാക്കി. ഏതായാലും ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന വിവരം, സമിതി രൂപീകരിച്ച വിവരം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് വന്നാൽ അതിൻ്റെ പൊതുവിവരവും ഹൈക്കമാൻഡിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ജൂലൈ 5-നകം റിപ്പോർട്ട് നൽകാനാണ് 4 കമ്മിറ്റികൾക്കുമുള്ള KPCCയുടെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉടൻ ഉയർത്തണമെന്ന് തമിഴ്നാട്. ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ മുഖ്യമന്ത്രി ജയലളിതയോട് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ജലനിരപ്പ് ഉയർത്താനാണ് തമിഴ്നാട് സർക്കാരിന്റെ നീക്കം. ട്രോളിംഗ് നിരോധനം അട്ടിമറിച്ച് കേരളത്തിന്റെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ വിദേശ കപ്പലുകൾ കേരള തീരത്തേക്ക് അടുക്കുന്നു. കേന്ദ്ര സർക്കാർ കപ്പൽ ലോബിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നുണ്ട്. വിദേശ കപ്പലുകളുടെ മത്സ്യബന്ധനം നിരോധിക്കാൻ ശുപാർശ ചെയ്ത അയ്യപ്പൻ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്രം അട്ടിമറിക്കുകയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ട്രോളിംഗ് നിരോധനമുള്ള 1.5 മാസക്കാലം വിദേശ മത്സ്യബന്ധന കപ്പലുകൾക്ക് കൊയ്ത്തുകാലമാണ്. കേരളത്തിന്റെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ ആഴക്കടലിൽ കേരള തീരത്ത് വിദേശ കപ്പലുകൾ നിരന്നു കഴിഞ്ഞു. കോസ്റ്റ് ഗാർഡിനും നേവിക്കുമാണ് ഇവയെ നിയന്ത്രിക്കാനുള്ള ചുമതലയെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാറില്ല. കേന്ദ്ര സർക്കാർ കപ്പൽ ലോബിക്ക് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആരോപണമുണ്ട്. ഡോക്ടർ അയ്യപ്പൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാത്തത് ഇതിനുദാഹരണമായി മത്സ്യത്തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. 1-ാം തീയതി സംസ്ഥാന സർക്കാരുകളുമായി റിപ്പോർട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 3-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ ലോബിയും ഇന്ത്യയിലെ കുത്തകകളും ചേർന്ന് ഈ റിപ്പോർട്ടിനെ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ്. വിദേശ കപ്പലുകൾക്ക് മത്സ്യബന്ധനത്തിന് നൽകിയ അനുമതി റദ്ദാക്കുക, മത്സ്യത്തൊഴിലാളികളെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സജ്ജമാക്കുക തുടങ്ങി ഒട്ടേറെ സുപ്രധാന നിർദ്ദേശങ്ങൾ കമ്മിറ്റി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ റിപ്പോർട്ട് നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാർ വൈകിപ്പിക്കുന്നു. കപ്പൽ ലോബിയുടെ സമ്മർദ്ദത്തിന് കേന്ദ്രം വഴങ്ങരുതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉത്സ പഞ്ചാബ് സിനിമാ വിവാദത്തിൽ സെൻസർ ബോർഡിന് കനത്ത തിരിച്ചടി. സിനിമയ്ക്ക് 2 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ സെൻസർ ബോർഡിന് അധികാരമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 68 പരാമർശങ്ങൾ നീക്കണമെന്ന സെൻസർ ബോർഡ് നിർദ്ദേശം തള്ളിയ കോടതി ഒരു ഭാഗം മാത്രം മുറിച്ചുമാറ്റി സിനിമ റിലീസ് ചെയ്യാമെന്നും വ്യക്തമാക്കി. സിനിമയിലെ ഭാഗങ്ങൾ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെടാൻ സെൻസർ ബോർഡിന് അധികാരമില്ല. സിനിമ കാണണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. സെൻസർ ബോർഡ് അവകാശപ്പെട്ടതുപോലെ പഞ്ചാബിനെ അപകീർത്തികരമായി ചിത്രീകരിക്കുന്ന ഒന്നും തന്നെ സിനിമയിലില്ല. അതിനാൽ തന്നെ 2 ദിവസത്തിനകം ഉടുത്ത പഞ്ചാബ് എന്ന സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടത്. 13 വിഭാഗങ്ങളിലായി 89 പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. എന്നാൽ ജനക്കൂട്ടത്തിന് നടുവിൽ മൂത്രമൊഴിക്കുന്ന ഒരു രംഗവും പാകിസ്ഥാനെ സംബന്ധിക്കുന്ന ഒരു പരാമർശവും സിനിമയിൽ നിന്ന് നീക്കം ചെയ്ത് സിനിമ റിലീസ് ചെയ്യാമെന്നും കോടതി വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും വിജയമാണ് കോടതി വിധിയെന്ന് സിനിമയുടെ നിർമ്മാതാക്കളായ ഫാന്റം ഫിലിംസിന്റെ അഭിഭാഷകൻ പറഞ്ഞു. നിർമ്മാതാക്കളുടെ ഇച്ഛാശക്തിയെ അഭിനന്ദിക്കുന്നുവെന്നും കൃത്യസമയത്ത് സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നും സംവിധായകൻ അഭിഷേക് ചൗബെ പ്രതികരിച്ചു. സിനിമയുടെ പേരിലെ പഞ്ചാബ് എന്ന ഭാഗം MP, MLA, പാർലമെന്റ് തുടങ്ങിയ 89 പരാമർശങ്ങൾ നീക്കിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് അനുവദിക്കാനാകൂ എന്ന സെൻസർ ബോർഡിന്റെ നിലപാടിനെതിരെ നിർമ്മാതാക്കളിൽ ഒരാളായ അനുരാഗ് കശ്യപാണ് കോടതിയെ സമീപിച്ചത്.
കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടായ സാഹചര്യത്തിൽ സെൻസർ ബോർഡ് ചെയർമാൻ പഹലാജ് നിഹലാനി രാജിവെക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ നടത്തണമെന്നാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ന്യായമായ ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ട്, പുറം വരവ് പ്രതീക്ഷിക്കരുതെന്നും ഭരണ നടപടികളെല്ലാം അഴിമതി വിമുക്തമാക്കണമെന്നും പിണറായി പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 10 വർഷ കാലാവധിയിൽ ശമ്പളം പരിഷ്കരിച്ചാൽ മതി എന്ന നിർദ്ദേശം ഉയർന്നു വന്നത് നല്ലതുപോലെ ജീവനക്കാരിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളിൽ LDF സർക്കാരിൻ്റെ സമീപനം സുവ്യക്തമാണ്. 5 വർഷ കാലയളവിനുള്ളിൽ തന്നെ മുൻപ് നിലനിൽക്കുന്നതുപോലെ ശമ്പള പരിഷ്കരണം നടത്തുന്നതിനോടാണ് LDF സർക്കാരിന് യോഗ്യത. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പൗലോസ് മാർ ദ്വിതീയൻ കത്തോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ തങ്ങൾ അനാഥരായിരുന്നുവെങ്കിൽ ഇപ്പോൾ സനാഥരാണെന്ന് പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കത്തോലിക്ക ബാവ ആശംസകളും നേർന്നു. ഞങ്ങളെ കരുതുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വികാരമാണ്. ഞങ്ങൾ ഇപ്പോൾ സനാഥരാണ് പൊളിറ്റിക്കലി, മറ്റും ഞങ്ങൾ അനാഥരാണെന്നുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ MLA ഹോസ്റ്റലിലെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കൊപ്പം VS ഓഫീസിലെത്തി. നെയ്യാർ ബ്ലോക്കിലെ 1D ആണ് VSന്റെ ഓഫീസ്. പിണറായിയിലെ പുത്തൻകണ്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ RSS പ്രവർത്തകർ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകി. പിണറായിയിൽ നിന്നുള്ള മഹിളാ അസോസിയേഷൻ നേതാക്കളും ലോയേഴ്സ് യൂണിയൻ നേതാക്കളുമാണ് ലളിത കുമാരമംഗലത്തിന് പരാതി നൽകിയത്. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് തരികിട സാബു. തനിക്കെതിരെ രാമകൃഷ്ണൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മണിയുടെ മരണം വിറ്റ് കാശാക്കുകയാണ് രാമകൃഷ്ണനെന്നും തരികിട സാബു പറഞ്ഞു. രാമകൃഷ്ണനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ലേ? എന്നിൽ നിന്ന് മൊഴിയെടുത്ത അതേപോലെ രാമകൃഷ്ണനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പൊ ഞാനും രാമകൃഷ്ണൻ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? 2 പേരുടെ പേരിലും സംശയങ്ങളുണ്ട്, ആളുകൾ ഉന്നയിച്ചു. മണിച്ചേട്ടന്റെ മരണം വിറ്റ് കാശാക്കാൻ നടക്കുന്ന ഒരാളാണ് രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ ഒരു തരത്തിലും മണിച്ചേട്ടൻ ഒരു സമയത്തും അടുപ്പിച്ചിരുന്ന ഒരു ആളല്ല. അങ്ങനെയുള്ളൊരു വ്യക്തി മണിച്ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. 19ാമത് EMS ദേശീയ സെമിനാർ മലപ്പുറം മഞ്ചേരിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. RSSും BJPയും രാജ്യത്തുണ്ടാക്കുന്ന അസഹിഷ്ണുത ദീർഘദൃഷ്ടിയോടെ തിരിച്ചറിഞ്ഞും ജാഗ്രത പാലിച്ചും ഇടതുപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവായിരുന്നു EMS എന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. രാജ്യത്തിന്റെ പ്രധാന ശത്രുക്കൾ ഭരണം കൈയാളുന്ന കാലത്താണ് EMSന്റെ ചിന്തകൾ ഏറെ പ്രസക്തമാവുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. For the first time he talked about the BJP RSS combine which has emerged in our country and the threat that it poses for our country's national unity and secularism. മഞ്ചേരിയിൽ EMS ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രകാശ് കാരാട്ട്. EMS ജന്മദിനത്തോടനുബന്ധിച്ച് EMS സ്മാരക പഠന ഗവേഷണ കേന്ദ്രമാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിൽ മന്ത്രി KT ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രഭാത് പട്നായിക്, പ്രൊഫസർ MM നാരായണൻ, CP നാരായണൻ MP, ഹമീദ് ചേന്ദമംഗലൂർ, MA ബേബി, സുനിൽ P ഇളയിടം തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. നവകേരള സൃഷ്ടിക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാണ് സെമിനാർ സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. EMS ജന്മദിനത്തോടനുബന്ധിച്ചുള്ള EMS സ്മൃതി സംവാദങ്ങൾക്ക് തൃശൂരിൽ തുടക്കമായി. റീജിയണൽ തിയേറ്ററിൽ ആരംഭിച്ച സംവാദം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. സുധാകർ റെഡ്ഡി, മേധാ പട്കർ, K സച്ചിദാനന്ദൻ, പ്രഭാത് പട്നായിക് തുടങ്ങിയവർ വിഷയാവതരണം നടത്തി. സമകാലീന ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന EMS സ്മൃതി സംവാദങ്ങൾക്ക് തുടക്കമായി. ഇന്ത്യ എന്ന പരികൽപ്പന സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക നീതി വീണ്ടെടുക്കാൻ ഒരു കർമ്മ പരിപാടി എന്നതായിരുന്നു മുഖ്യ വിഷയം. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സംവാദം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഫാസിസത്തിലേക്കുള്ള പാത ഒരുങ്ങുകയാണെന്നും ഇത് തടയാൻ നമുക്ക് സാധിക്കുമോ എന്നതിലാണ് ഇന്ത്യ എന്ന പരികൽപ്പനയിൽ പ്രധാനമെന്നും യെച്ചൂരി പറഞ്ഞു. CPI ജനറൽ സെക്രട്ടറി K സുധാകർ റെഡ്ഡി, പ്രഭാത് പട്നായിക്, മേധാ പട്കർ, K സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സച്ചിദാനന്ദൻ എഡിറ്റ് ചെയ്ത വേർഡ്സ് മാറ്റർ, റൈറ്റിംഗ് അഗെയിൻസ്റ്റ് സൈലൻസ് എന്ന പുസ്തകം സീതാറാം യെച്ചൂരി പ്രകാശനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വിഷയാവതരണം നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. റംസാന് ഗൾഫിൽ നിന്ന് ലീവ് എടുത്തെത്തിയ വയനാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ റംസാൻ വിശേഷം അല്പം വ്യത്യസ്തമാണ്.
രുചികരവും വ്യത്യസ്തവുമായ നോമ്പുതുറ വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോഴിവർ. റംസാൻ കാലമാണ്. നാടെങ്ങും വ്യത്യസ്തമാർന്ന നോമ്പുതുറ വിഭവങ്ങളുടെ രുചിക്കാലം. ഗൾഫിൽ നിന്ന് ലീവെടുത്ത് വീട്ടുകാർക്കൊപ്പം പുണ്യകാലത്ത് എതിരേൽക്കാനെത്തിയതാണ് മാനന്തവാടി എടവക 24-ലെ മുഹമ്മദും നൌഷാദും. 1 മാസത്തെ അവധിയുണ്ട്. ഗൾഫിൽ ഹോട്ടലിലാണ് ഇരുവരും. പിന്നെ താമസിച്ചില്ല. രുചി വിഭവങ്ങളുടെ കൂട്ടൊരുക്കി 1 മാസക്കാലം നോമ്പുതുറ വിഭവങ്ങൾ തയ്യാറാക്കുവാൻ തീരുമാനിച്ചു. നോമ്പുതുറയ്ക്ക് എന്തെല്ലാം വേണം? എല്ലാം ഇവിടെയുണ്ട്. പക്കവട, ചിക്കൻ റോള് ഉണ്ടാക്കി ഒരു 5,000-ഓളം സമൂസ, ചിക്കൻ റോളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ തിരക്കോട് തിരക്കാണ്. വിഭവങ്ങൾക്ക് നല്ല സ്വീകാര്യതയും ലഭിച്ചു. മുഹമ്മദിനും നൌഷാദിനുമൊപ്പം ഇപ്പോൾ കൂട്ടുകാരും ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്.